ഹലോ, നമസ്കാരം. അപ്പോൾ ഓണായിട്ട് ഞാനും അമ്മയും ദീപക്കേട്ടനും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. നമ്മൾ അവിടെ ചെന്നിട്ട് എനിക്കും ദീപക്കേട്ടനും അമിത്തിനുള്ള ഡ്രസ്സ് എടുത്തു. കാരണം അച്ഛനും അമ്മയ്ക്കും ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മൂന്നാക്കുള്ള ഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാറ്റി മാറ്റി നോക്കുന്നതാണ് ഈ കാണുന്നത്. എന്താ ഞാൻ ഈ ഡ്രസ്സാട്ടോ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ അടുത്തുള്ളൊരു പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടോ. നമ്മൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കേണ്ട ഡിഷസിൻ്റെ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളും വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ വിട്ടുപോയത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വാങ്ങണം. പാവച്ചൻ വെളുത്തുള്ളിയുടെ തൊലിയെല്ലാം പൊളിച്ചു തന്നു കേട്ടോ. അമ്മ ഇവിടെ ചേനയെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ദീപക്കേട്ടൻ തേങ്ങയൊക്കെ പൊതിച്ചു തന്നു. ഇങ്ങനെ എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ഉള്ളത് നമ്മൾ പുഴുങ്ങി വെച്ചു. ഇവിടെ പച്ചടിക്കുള്ള കുമ്പളങ്ങ എല്ലാം മുറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പയറ് തോരന് വേണ്ടിയിട്ടുള്ള പയറെല്ലാം കട്ട് ചെയ്ത് വെക്കണം. പിന്നെ സാമ്പാർ ആക്കേണ്ടതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, ശർക്കര, ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ ഇത് പുളിവെള്ളം അരിച്ചെടുത്തത്. അപ്പം ഞാൻ ഇഞ്ചിപ്പുളി ആക്കട്ടെ. നമുക്കിപ്പോൾ ഒരു 6 കളറ് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം നമ്മളെല്ലാവരും കൂടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദീപക്കേട്ടനും അമിത്തും കൂടി പൂക്കളത്തിൻ്റെ ഒരു ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെലക്ട് ചെയ്തത് വേറൊരു ഡിസൈൻ ആയിരുന്നു. പക്ഷെ അവർ വരച്ചു വന്നപ്പോൾ അത് വേറൊരു ഡിസൈനായി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മമ്മേൻ്റെ വീട്ടിലേക്കാട്ടോ.
കാണാം.